അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. വക്ത് എന്ന ചാപ്റ്ററാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ബാക്കിയുള്ള ഭാഗം, ബസ് യേ ഖയാൽ ഹർഗിസ് അപ്നെ ദിൽ മേ മത് ആനെ ദോ കെ അബി സീഖ്നെ കാ ബഹുത് വക്ത് ആ രഹാ ഹെ. ബസ് യേ ഖയാൽ ഹർഗിസ്, ഹർഗിസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇങ്ങനെയുള്ള ചിന്ത അപ്നെ ദിൽമേ, തൻ്റെ മനസ്സിലേക്ക് മത് ആനെ ദോ, വരാൻ അനുവദിക്കരുത്. അബി എന്താണ് ചിന്ത? അബി ഇപ്പോൾ സീഖ്നേക്കാ ബഹുത് വക്ത് ആ രഹാ ഹെ, ഇപ്പോൾ പഠിക്കാൻ ഒരുപാട് സമയമുണ്ട് എന്ന ചിന്ത ഒരിക്കലും നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ പാടില്ല. ഒരുപാട് സമയമുണ്ട് എന്ന് ചിന്തിച്ചാൽ എന്താകും? നമ്മൾ സമയം വെറുതെ കളയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സമയം വളരെ മൂല്യമുള്ളതാണ്. എനിക്ക് കിട്ടിയിരിക്കുന്ന, എന്നിൽ സംജാതമായിരിക്കുന്ന ഈ സമയം ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ല. വളരെ ഹ്രസ്വമാണ് എന്ന ചിന്തയോടുകൂടി നാം സമയത്തെ സമീപിക്കണം. ഐസി ക്യാ ബാഗൺ മച്ചി ഹേ. ബാഗൺ മച്ചന എന്ന് പറഞ്ഞാൽ പരാജയപ്പെടുക എന്നർത്ഥം. അപ്പോൾ ഐസി ഇങ്ങനെയുള്ളയാൾ, ഇങ്ങനെ ക്യാ ബാഗൺ മച്ചി ഹേ, എങ്ങനെ പരാജയപ്പെടാനാണ്, എങ്ങനെയുള്ളയാൾ? രാത് ദിൻ, രാവും പകലും, ലിഖിനെ പഠനയ്ക്ക് പീച്ചെ, പഠനത്തിൻ്റെയും എഴുത്തിൻ്റെയും പിന്നാലെ, മർമട്ടെ, അയാൾ എന്ത് ചെയ്യുന്നു? അനുരക്തനായി നടക്കുകയാണ്. പഠനവും എഴുത്തും പഠനവുമായിട്ട് അതിൻ്റെ പിന്നാലെ, അതിനെ പ്രണയിച്ചുകൊണ്ട് അതിൻ്റെ പിന്നാലെ നടക്കുന്നയാൾ, അനുരക്തനായി നടക്കുന്നയാൾ എങ്ങനെ പരാജയപ്പെടാനാണ്? അഗലാ ഹാൽ കുച്ച് കിസിക്കോ മാലൂം നഹി. അഗലാ ഹാൽ വരുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭാവി. അഗല എന്ന് പറഞ്ഞാൽ വരുന്ന, നെക്സ്റ്റ്, കമ്മിങ്, വരും കാലത്തെ അവസ്ഥ. കുച്ച് കിസിക്കോ, ആർക്കാണ് മാലൂം, ആർക്കും, ഒരാൾക്കും മാലൂം നഹി, അറിയുകയില്ല എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് സമയമുണ്ട്. അടുത്ത സമയത്തേക്ക് അത് നമ്മുടെ പഠനങ്ങളൊക്കെ മാറ്റി വെക്കുക എന്ന് വെച്ചാൽ അടുത്ത സമയം എന്ത് സംഭവിക്കുമെന്ന് ആർക്കും അറിയില്ലല്ലോ. കോൻ ജാനെ, ആർക്കാണ് അറിയുക? തന്ദറസ്തി രഹേ ന രഹേ. തന്ദറസ്തി എന്ന് പറഞ്ഞാൽ ആരോഗ്യം രഹേ, ആരോഗ്യം ഉണ്ടാവുകയില്ല എന്നാർക്കറിയാം? അപ്പോൾ നമുക്ക് ഇപ്പോഴുള്ള ഈ ആരോഗ്യം അടുത്ത സമയം ഉണ്ടാകുമോ ഇല്ലയോ എന്നറിയില്ലല്ലോ. അതുകൊണ്ട് ഈ സമയം ഉപയോഗപ്പെടുത്തുക. സമാനെ ഫുർസത്ത് ദേ യാ നദേ, വരും കാലം നമുക്ക് അവസരം നൽകുമോ ഇല്ലയോ എന്നും ആർക്കും പറയാൻ കഴിയില്ല. യേ സബ് സാമാൻ ജവാ മുയസ്സർ ഹൈ. ഈ സാമഗ്രികളൊക്കെ നമുക്ക് പഠനത്തിനാവശ്യമായ ഈ സാമഗ്രികൾ മുഴുവനും അത് അബ് മുയസ്സർ ഹെ, ഇപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ലഭ്യമായിരിക്കുന്ന, മുയസ്സർ എന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ ലഭ്യമായിരിക്കുന്ന ഈ സാമഗ്രികൾ, പഠനാവശ്യത്തിനുള്ള സർവ സന്നാഹങ്ങളും സാമഗ്രികളും, പിന്നെ മുയസ്സർ ഹോം യ ന ഹോം, അത് എന്ത് ചെയ്യാം? ഭാവിയിൽ അത് ലഭ്യമായേക്കാം, അല്ലാതിരിക്കാം. അപ്പോൾ ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ അത്യാധുനിക സൗകര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഉപയോഗപ്പെടുത്തണം. അത് നാളെ ഒരുപക്ഷെ അത് ലഭ്യമായിക്കൊള്ളണമെന്നില്ല. ബേഷക്, നിസ്സംശയം. വക്ത് കി കദറോ കീമത്ത്, സമയത്തിൻ്റെ മൂല്യം. ഓർ ഉസ്കി ബാഗാബാഗ്, അതിൻ്റെ സൗഭാഗ്യം, സമയത്തിൻ്റെ സൗഭാഗ്യം എന്ന് പറയുന്നത് അത് യേ ചാഹ്തി ഹി, അതിൻ്റെ ഉദ്ദേശം അത് ഇതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സമയത്തിൻ്റെ മൂല്യം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇതാണ്. അതായത് നിങ്ങൾ ഖാബോ ഹൂർ അപ്നെ ഊപ്പർ ഹറാം കർക്കെ. എന്താണ് ഖാബോ ഹൂർ? ഹറാം കർണ എന്ന് പറഞ്ഞാൽ ഭക്ഷണവും വെള്ളവും, പിന്നെ അന്നപാനീയങ്ങളും ഉറക്കുമൊക്കെ തനിക്ക് എന്ത് ചെയ്യുക? പ്രയാസകരമായി തീരുക, കഠിനമായി തീരുക എന്നർത്ഥം. അപ്പോൾ എന്താണ് പഠനത്തിൻ്റെ മൂല്യം, വില എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാൾ സമയത്തിൻ്റെ വില മനസ്സിലാക്കി കഴിഞ്ഞാൽ അയാൾക്ക് എന്താകും? ഭക്ഷണം, അന്നപാനീയങ്ങളും, അതുപോലെ തന്നെ ഉറക്കുമൊക്കെ അയാൾക്ക് പ്രയാസകരമായി തീരും. മനസ്സിലായി? അതൊക്കെ പ്രയാസകരമായി മാറിയിട്ട് കഠിനമായി മാറും. ഒന്ന് ഉറങ്ങിപ്പോയാൽ തൻ്റെ സമയം നഷ്ടപ്പെടുമല്ലോ. ഭക്ഷണം കഴിക്കാൻ പോയാൽ അതിനുള്ള സമയം
അതിൽ തൻ്റെ സമയം നഷ്ടപ്പെടുമല്ലോ എന്നുള്ള ഒരു ചിന്ത, ഒരു മനപ്രയാസം അയാൾക്കുണ്ടാവും. അതാണ് ഖാബോ ഹൂർ അപ്നെ ഊപ്പർ, ഭക്ഷണവും അന്നപാനീയങ്ങളൊക്കെ തൻ്റെ മേൽ ഹറാം കർക്കെ, അന്നപാനീയങ്ങളും ഉറക്കുമൊക്കെ തനിക്ക് നിഷിദ്ധമാക്കിയിട്ട് തനിക്ക് പ്രയാസകരമായി തീർന്നിട്ട് രാദ്ദിൻ, രാവും പകലും കിതാബ് പർസെ, അയാൾ പുസ്തകത്തിൽ നിന്നും സർ, ശിരസ് ന ഉഠാവോ, ഉയർത്തുകയില്ല എന്നത് തന്നെയാണ് സമയത്തിൻ്റെ മൂല്യം എന്ന് പറയുന്നത്. സമയത്തിൻ്റെ മൂല്യം മനസ്സിലാക്കിയ ആൾ അങ്ങനെയായിരിക്കും. അയാൾ സദാസമയവും അറിവ് നേടാൻ വേണ്ടി ഓടിക്കൊണ്ടേയിരിക്കും. അന്നപാനീയങ്ങളൊക്കെ ത്യജിച്ചുകൊണ്ട് അതിന് പോലും സമയം ചിലവഴിക്കാതെ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കും അയാൾ. ഒരു സൂഫി ചരിത്രത്തിൽ ഇങ്ങനെ കാണാൻ സാധിക്കും. ഒരു സൂഫി, അദ്ദേഹം റൊട്ടി എന്ന് പറഞ്ഞാൽ പത്തിരി ഉണ്ടാക്കാറുണ്ടായിരുന്നില്ല. കാരണം അദ്ദേഹം ഗോതമ്പ് അങ്ങനെ തന്നെ എന്ത് ചെയ്യും, ഭക്ഷിക്കുകയാണ് ചെയ്യാറ്. കാരണം അത് ഗോതമ്പ് ഉണക്കി പൊടിക്കാനുള്ള സമയം നഷ്ടപ്പെടുമല്ലോ എന്ന് കരുതിയിട്ട് അദ്ദേഹം പത്തിരി ഉണ്ടാക്കാതെ, ഗോതമ്പ് പൊടിക്കാതെ അതങ്ങനെ തന്നെ തിന്നാറാണ് പതിവ് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് മനസ്സിലാക്കിയവരൊക്കെ അങ്ങനെയാണ്. അവർക്ക് ഉറക്കം വളരെ കുറവായിരിക്കും, ഭക്ഷണം കുറവായിരിക്കും. പക്ഷേ എങ്ങനെയൊക്കെയാണെങ്കിലും ഇൻസാൻ കി തബീഅത്ത്, മനുഷ്യ ശരീരത്തെ ഖുദാനെ, ദൈവം അള്ളാഹു താസിഗി പസന്ത് ബനായാ ഹെ. അത് താസിഗി എന്ന് പറഞ്ഞാൽ പുതുമയെ ഇഷ്ടപ്പെടുന്ന ഒരു സ്വഭാവത്തിലാണ് ശരീരത്തെ അള്ളാഹു എന്തായിരിക്കുന്നത്, നിർമ്മിച്ചിരിക്കുന്നത്. കൈസാഹി കോയി ദിൽചസ്പ് ശഗൽ ഹോ, എത്ര ഇൻട്രസ്റ്റിംഗ് ആയ വിഷയമാണെങ്കിലും, സംഗതിയാണെങ്കിലും, ഏർപ്പാടാണെങ്കിലും, ഏക അർസേക്കെ ബാദ്, ഒരു നിശ്ചിത സമയത്തിന് ശേഷം സറൂർ, തീർച്ചയായിട്ടും ഉസ്സേ ജി ഘബ്രാ ഉട്ടാഹെ, അതിനോട് മനസ്സിനൊരു മടുപ്പ് തോന്നും. ഓർ തബീഅത്ത്, മനസ്സ് ഉക്താനെ ലക്തീഹെ, ഉക്താന എന്ന് പറഞ്ഞാൽ മടുപ്പുളവാക്കുക. മനസ്സിന് എന്താകും, ഒരു മടുപ്പ്, ശരീരത്തിന്, അവൻ്റെ പ്രകൃതിക്ക് ഒരു മടുപ്പ് ഇങ്ങനെ വരും. ഓർ അഗർ തബീഅത്ത് കോ മജ്ബൂർ കർക്കെ, അതുപോലെ ഇനി ശരീരത്തെ എന്ത് ചെയ്യാണ്, നിർബന്ധിച്ചുകൊണ്ട്, മജ്ബൂർ കർക്ക്, നിർബന്ധിച്ചുകൊണ്ട് ഉസ് കാം, ആ പണി, ഉസ് കാം പർ ലഗായേ രഹോ, ആ പണിയിൽ അതിനെ പണിയെടുക്കാൻ വേണ്ടി നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ വോ കാമ്പി അച്ചി തറഹ് നഹി ഹോത്ത, ആ പണി എന്താവുകയില്ല, അത് നല്ല നിലക്ക് ആവുകയുമില്ല. അപ്പം എത്ര ഇൻട്രസ്റ്റിംഗ് ആയ വിഷയമാണെങ്കിലും കുറച്ച് കഴിഞ്ഞാൽ മനസ്സിന്, ശരീരത്തിനൊരു മടുപ്പ് തോന്നുമെന്നർത്ഥം. ഓർ ഹവാസ് ബി കുന്ത് ഹോ ജാത്തേ ഹെ, അതുപോലെ തന്നെ ഹവാസ്, അവൻ്റെ ബുദ്ധി, അതെന്താവും, കുന്ത് ഹോ ജാത്തേ ഹെ, കുറേ ഒരു പണി തന്നെ തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുന്ത് ഹോ ജാത്തേ ഹൈ, അവൻ്റെ ബുദ്ധി മരവിച്ച് പോകും, ഒരു മന്ദപ്പായി തീരുന്നർത്ഥം. ഇസ് വാസ്തേ, കുന്ത് ഹോന എന്ന് പറഞ്ഞാൽ ശരിക്ക് മന്ദബുദ്ധിയാവുക എന്നർത്ഥം. ഇസ് വാസ്തേ മുനാസബ് ഹെ, ഇസ് വാസ്തേ മുനാസബ് ഹെ, ഇസ് വാസ്തേ, ഈ ഒരു മധ്യമ നിലപാടാണ് മുനാസബ്, യോജിച്ചത്. എന്താണത്? കിതാബ് കാ മുത്താല, കിതാബ് വായിക്കുക എന്നുള്ളത്, പുസ്തക വായന എന്നുള്ളത്, ഐസെ എഴുത്തിദാൽ കെ സാത്ത്, ഇങ്ങനെ ഒരു മധ്യമ നിലയോടുകൂടി ജാരി രഘു നടത്തുക. എങ്ങനെയാണത്? തന്തരസ്തീക്കോ ഹലൽ ന പഹുഞ്ചെ, നമ്മുടെ ആരോഗ്യത്തിന് ഒരു ഹാനിയും ഇല്ലാത്ത രീതിയിൽ, ക്ഷീണമോ ഒന്നുമില്ലാത്ത രീതിയിൽ എന്ത് ചെയ്യണം? വായന നടത്തണം. ഓർ ഹമേഷ, എപ്പോഴും ചന്ദ് കിസ്മ കാ ശകൽ രഘോ, പലതരത്തിലുള്ള ശകൽ, ജോലിയും ചെയ്യുക എന്നുള്ളതാണ്. ഉദാഹരണമായിട്ട് നസ്മോ നസർ, ഗദ്യവും പദ്യവും, താരീഖോ ജഗ്രാഫിയ, അതുപോലെ തന്നെ ചരിത്രവും ഹിസ്റ്ററിയും ജിയോഗ്രഫിയും, ഓർ ഹിസാബ്, അതുപോലെ തന്നെ ഗണിതം, ഇതൊക്കെ ഏക് സാത്ത് പടോ, ഇതൊക്കെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ എന്ത് ചെയ്യുക, പഠിക്കുക, ഒന്നിനൊപ്പം മറ്റൊന്ന് എന്ന രീതിയിൽ ഇങ്ങനെ പഠിക്കുക. താരീഖ്, കുറച്ച് സമയം ഹിസ്റ്ററി വായിക്കുകയാണെങ്കിൽ അത് കുറച്ച് സമയം എന്ത് ചെയ്യുക, ഗോളശാസ്ത്രം വായിക്കുക. അല്പസമയം കവിതയാണെങ്കിൽ അല്പസമയം എന്ത് ചെയ്യുക, ഗദ്യം, ഈ രീതിയിൽ. അങ്ങനെ ആകുമ്പോൾ മടുപ്പ് വരില്ല എന്നർത്ഥം.
जब नसर से तबीअत മലൂൽ ഹുയി മലൂൽ ഹുയി എന്താണ് ഗദ്യത്തിൽ നിന്നും പിന്നെ ശരീരത്തിനേക്ക് മനസ്സിനേക്ക് എന്ത് ചെയ്യാണ് മലൂൽ ഹുയി മടുപ്പ് വരികയാണെങ്കിൽ നസം ദേഖനയിലേക്ക് എന്ത് ചെയ്യുക, ഏതെങ്കിലും ഒരു കവിത പഠിക്കാൻ തുടങ്ങുക, അതിലേക്ക് നോക്കാൻ തുടങ്ങുക. തോടി ദേർ താരീഖ് പഠി, അല്പസമയം ചരിത്രം പഠിക്കുക. കുച്ച് ദേർ അല്പസമയം ജഗ്രാഫിയാക്കി സേർക്കി, ഗോളശാസ്ത്രത്തിലൂടെ ജിയോഗ്രഫി, അതെ എന്താ പറയുക, ഭൂമിശാസ്ത്രം, ജോഗ്രഫി ഗോളശാസ്ത്രമല്ല ഭൂമിശാസ്ത്രം, ഭൂമിശാസ്ത്രത്തിലൂടെ എന്ത് ചെയ്യുക, ജോഗ്രഫിയിലൂടെ കടന്നു പോവുക. ഫിർ പിന്നീട് ഹിസാബ് മേ തബ് ആസ്മായിക്ക്, പിന്നെ അല്പസമയം പിന്നെ എന്ത് ചെയ്യുക, മാത്സിൽ ഗണിതത്തിൽ മനസ്സിനെ എന്ത് ചെയ്യുക, അസ്മായിക്കരണം എന്ന് പറഞ്ഞാൽ പരിശ്രമിക്കുക, പിന്നെ പ്രാക്ടീസ് ചെയ്യുക, അല്പസമയം ഗണിതം പ്രാക്ടീസ് ചെയ്യുക. ഇൻ സബ്സെ ഘബ്രായ, ഇനി ഇത് മുഴുവനും ഇതിനോടൊക്കെ മടുപ്പ് വരികയാണെങ്കിൽ കുച്ച് ലിഖിനെ ബൈറ്റ് കെ, അല്പസമയം ഇരുന്ന് എഴുതുക, അല്പസമയം എഴുതാനിരിക്കുക. ജബ് രാത് കോ സോനെ ലഖോ തോ, ജബ് രാത് കോ, രാത്രി സോനെ ലഖോ തോ, രാത്രി ഉറക്ക് വരുമ്പോൾ സറൂർ തീർച്ചയായിട്ടും സോച്ചോ, ചിന്തിക്കണം. രാത്രി ഉറങ്ങാൻ പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും ഒരു വിദ്യാർത്ഥി, ഒരു മനുഷ്യൻ ചിന്തിക്കണം, ആജ് ഇന്ന് ഹംനെ, നമ്മൾ കോൻസി നയി ബാത്ത് ഹാസിൽ കി, എന്തൊക്കെ പുതിയ കാര്യങ്ങളാണ്, പുതിയ അറിവുകളാണ്, പുതിയ കാര്യങ്ങളാണ് നേടിയത് എന്ന് ചിന്തിക്കണം. അത് നിർബന്ധമാണ്. അഗർ മാലൂം ഹോ, അറിയാണെങ്കിൽ, മനസ്സിലാക്കിയാൽ, ആജ് കുച്ച് നഹീം സീക്കാത്തോ, ഇന്ന് ഒന്നും തന്നെ പഠിച്ചിട്ടില്ല, പുതിയതായിട്ടൊന്നും തന്നെ പഠിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കിയാൽ, ജാനോ, നീ അറിഞ്ഞോ, ദിൻ രായേഗാൻ ഗയാ, ആ ദിവസം മുഴുവനും നിനക്കെന്തായി, നഷ്ടപ്പെട്ടിരിക്കുന്നു, നിഷ്ഫലമായിരിക്കുന്നു എന്ന് നീ മനസ്സിലാക്കിക്കോ. ഓർ ഇസ് നുക്സാൻ കി തലാഫി അപ്നെ ദമ്മെ ലാസിം സംജോ, ഈ ഒരു നുക്സാൻ, ഈ ഒരു നഷ്ടം, ഇത് വീണ്ടെടുക്കൽ തൻ്റെ മേൽ നിർബന്ധമാണ് എന്ന് നീ തിരിച്ചറിഞ്ഞു. കിസീനെ ക്യാ ഖൂബ് ഫർമായാ ഹെ, ആരോ ഒരാൾ വളരെ മനോഹരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ജിസ്കെ ദോ ദിൻ, ഒരാളുടെ പിന്നെ 2 ദിവസം ബറാബർ ഹൂൻ, അയാളുടെ ആരുടെയെങ്കിലും 2 ദിവസം ഒരുപോലെയാണെങ്കിൽ, തുല്യമാണെങ്കിൽ, അയാൾ 2 ദിവസം ചെയ്ത പണിയും ഒരുപോലെയാണ്, ഒരു വ്യത്യാസവും ഇല്ല എങ്കിൽ, അയാളുടെ ജീവിതത്തിൽ പുതുമയൊന്നുമില്ല എങ്കിൽ, യാനി അതായത് ഏക് ഷഖ്സ്, ഒരു വ്യക്തി, ജൈസാ കൽദ, അയാൾ ഇന്നലത്തെ പോലെ തന്നെയാണ്, ആജ് ബി വൈസാഹി രഹേ, ഇന്നും ഇന്നലത്തെ പോലെ തന്നെയാണ് ഇന്നുമെങ്കിൽ, ഓർ അപ്നി ഹാലത്തെ ദേറോസ, അപ്നെ ഹാലത്തെ ദേറോസ മേം, തൻ്റെ പിന്നെ എന്താ പറയുക, നിത്യജീവിതത്തിൽ ഇന്നലത്തെ അവസ്ഥയിൽ തറക്കീര കരയത്തോ, അയാൾ എന്ത് ചെയ്തില്ല, അയാളുടെ കഴിഞ്ഞ കാലത്ത്, ദേറോസ എന്ന കഴിഞ്ഞ കാലം, കഴിഞ്ഞ ദിവസത്തിൽ നിന്നും അയാൾ തറക്കീന കരയത്തോ, ഒരു പുരോഗതിയും പ്രാപിച്ചിട്ടില്ലെങ്കിൽ, വോ ഖസാരയമേം ഹി, അയാൾ നഷ്ടത്തിലാണ്, അയാളുടെ ജീവിതം മുഴുവനും നഷ്ടമാണ് എന്ന് വളരെ മനോഹരമായിട്ട് ആരോ ഒരാൾ പറഞ്ഞു വച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഓരോ ദിവസവും ഇന്നലത്തെ പോലെ തന്നെ ഇന്നും കഴിച്ചു കൂട്ടാൻ പാടില്ല, പുതുമകൾ ഉണ്ടാവണം. ഓരോ ദിവസവും നമ്മുടെ അറിവ്, അതുപോലെ തന്നെ നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ പുരോഗതിയിലേക്ക് മാറിക്കൊണ്ടേയിരിക്കണം എന്നർത്ഥം. പുതുമകൾ സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.